സെബിൽ എന്താണ് നമ്മളെ ഇന്നത്തെ ഒരു ദിവസത്തിനെ കുറിച്ച് പറയാനുള്ളത്? അത്യാവശ്യം നന്നായിട്ട് നമ്മളെല്ലാരും എൻജോയ് ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കാര്യം കിട്ടും ചെയ്തിട്ട് നമ്മള് 2 ട്രോഫിയും 24 സർട്ടിഫിക്കറ്റും മേടിച്ചിരിക്കണം. ചിന്ന ഒരു പരിപാടി അല്ല, ചെറിയ പരിപാടി നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടിയാണ്. അതിന് നന്നായി വർക്ക് ചെയ്ത് അതെന്താ എല്ലാരും കൂട്ടിട്ട് പാടും ഫോട്ടോ എടുക്കണം. ഗായ്സ് ഇവിടുത്തെ ബാംഗ്ലൂർ സിറ്റിയിലെ ആൾക്കാരാട്ടോ, അവരൊക്കെ അത്യാവശ്യം ഒരുപാട് പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരാട്ടോ. ഗായ്സ് നമുക്ക് സബ്സ്ക്രൈബ് കിട്ടി ഇവിടെ. രാത്രി അൽഫാം മന്തി ശ്രുതിക്കെന്താണ്ട്? അല്ല ഇന്ന് ശ്രുതിയുടെ വകയുടെ ചെലവേ. ഗൈസ് യൂട്യൂബർ ആസിഫ് ഒമർ ഫോട്ടോഷൂട്ട്. ഗായ്സ് ബാംഗ്ലൂർ എന്ന നഗരം അടിപൊളി കേട്ടോ. ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഇവിടെ കാണാനുണ്ട്. ഒരുപാട് ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ അടിപൊളി മനുഷ്യരും. അപ്പോൾ നമുക്ക് ഗായ്സ് ഇത് വളരെ നല്ലൊരു അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് കമ്പനി കാര്യങ്ങളൊക്കെ, പിന്നെ അവിടുത്തെ തിരക്ക്, അതുപോലെ അങ്ങനെ നമ്മൾ ബസ്സിന് യാത്രയായി ഗായ്സ് ഇവിടുന്ന് പോവാണ് മെട്രോ സ്റ്റേഷനിലേക്ക്. പിയൂഷ് അതായത് എന്താണ് നിനക്ക് പറയാനുള്ളത്? ശശികലിംഗ ഒന്നും പറയാനില്ല. എന്ത് ചെയ്യാനോ, 1-2 കൊള്ളാം അല്ലേ? Guys, today we reached in Bangalore in evening, and some kinds of people leaving home from job, especially Wangara big traffic guys, but not like Bangalore no, Coimbatore is very rush. Then Tumbi bike home idichum crash and some problems. Best English award anakku. Then Bangalore is not Bangalore rush nahi hai. Bangalore rush illa. बहुत तड़प है. Bangalore rush illa no. हाँ, इधर बहुत तड़प है. Bangalore rush illu. सार and अरशद जाएगा. ഗായ്സ് ഒരു ദിവസം എന്തായാലും ഒരു സോളോ ട്രിപ്പ് ബാംഗ്ലൂരിലേക്ക് വരണം. നല്ലൊരു അടിപൊളി കാഴ്ചകളായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോസ് ഞാൻ പകർത്തി തരാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൂടി വരണം. അത് ഗായ്സിൻ്റെ ഒരു ഡ്രീമാണ്. കാരണം എനിക്ക് സോളോ ആയിട്ട് ഇങ്ങോട്ട് ഒരു ദിവസം വരണം, എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് കറങ്ങി കാണണം. ഗായ്സ് മെട്രോ അടിച്ചുക്കണോ? ഇവിടുത്തെ ഇലക്ക് വരെ ബലം ഉണ്ട് കേട്ടോ. അതന്നെ കഞ്ചാവിൻ്റെ അപ്പുറം കിട്ടും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ ജി ബാഗ് ബ്ലോക്കല്ല. ബാഗ് എടുക്കണോ? ഗൈസ് എൻ്റെ ബാഗ് വരുന്നു. ഇപ്പോഴത്തെ ജയിലിടും എന്ത് ഫുൾ ടൈം ഗൈസ് ഞാനിപ്പോൾ കൊയിലാടിയിരുന്നു. ഗൈസ് ദ അണ്ടർഗ്രൗണ്ട് മെട്രോ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ എല്ലാ മൂടും ഇപ്പം എല്ലാ മൂടുണ്ട്. കണ്ടോ അടിക്ക് ഇറങ്ങി പോവാണ്ടോ? അവിടെയാണ് നമ്മളെ അല്ലേ അണ്ടർഗ്രൗണ്ട് മെട്രോ. ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ അണ്ടർഗ്രൗണ്ട് മെട്രോയിൽ കയറാനാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഈ കാണുന്ന അടിയിലേക്കുള്ള ആ ഒരു സ്ഥലമാണ് അണ്ടർഗ്രൗണ്ട്. എത്രയും അടിയിലാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു നമുക്ക് മെട്രോയിൽ കയറാൻ. അപ്പോൾ അത്യാവശ്യം അടിയിലാണ്, കുറച്ച് അടിയിൽ ഇറങ്ങാണ്ട്. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റിന് എത്രയാണെന്ന് വെച്ചാൽ 28 ആണ്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കാം. തിരക്കാകാൻ നമുക്ക് നോക്കി വെക്കാം, വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കി വെക്കാം. വീണ്ടും കിട്ടി കോയിന്. വെച്ചോ എടാ ഇതിലാട്ടെ ഇത്രേ എന്ത് ചെയ്യാം?
അതാ ഐഫോണിന്റെ കാണില്ല. അത് കാണില്ല പോലെ പോട്ടെ പോട്ടെ. ഗൈസ് അങ്ങനെ നമ്മൾ പാതാളത്തിലെത്തി. ഇതാണ് മെട്രോ, അണ്ടർഗ്രൗണ്ട് മെട്രോ. കണ്ടോ? അത് അങ്ങോട്ട് പോകണ ആൾക്കാരാണ്. ഓരോരുത്തരുണ്ടോ മറ്റേ സാധനം SMB? ഒരു ചൈനീസ് ഒന്നല്ലേ കഥകാരം. ഗൈസ് മെട്രോ ഭയങ്കര സ്പീഡാട്ടോ ഗൈസ്. കേട്ടോ ഈ പോണേ കേട്ടോ. ആലിറങ്ങിയിട്ട് നോക്കി. ರೈಲು ಈಗ ವಿಜಯನಗರಕ್ಕೆ ತಲುಪಲಿದೆ. ಬಾಗಿಲುಗಳು ಎಡಕ್ಕೆ ತೆರಿ. ഗൈസ് മെട്രോ സീനാട്ടോ. നിറച്ച ആൾ അതിനുള്ളിൽ, ഫുൾ ആള്. ഗൈസ് അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഫ്രം ടുട്ടു.